സംഭവം? അറിയില്ല സാർ, രാവിലെ സ്റ്റാഫ് തുറക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് കണ്ടത്. CCTV ഉണ്ടായിരുന്നില്ലേ? അകത്തുണ്ടായിരുന്നു, പുറത്തുണ്ടായിരുന്നു. പക്ഷേ CCTV എല്ലാം മാസ്ക് ചെയ്ത നിലയിലായിരുന്നു. കൃഷ്ണേട്ടാ എവിടെയാ? അവിടെയാണ് സാർ. കാര്യമായിട്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? യെസ് സർ. 125 പവൻ സ്വർണവും 50 ലക്ഷം രൂപയും നഷ്ടപ്പെട്ടെന്നാണ് മാനേജർ പറഞ്ഞു. ഇവിടെ എത്ര സ്റ്റാഫ് ഉണ്ട്? മാനേജർ അടക്കം 6 പേരാണ് സർ. സംഭവം ആദ്യം ആരാണ്ട്? സാർ, ഞാൻ രാവിലെ വന്ന് ഓഫീസ് തുറക്കാൻ നോക്കിയപ്പോൾ കണ്ടത് സാർ, ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. ഞാനൊരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് 3 പേരെൻ്റെ പിന്നിലൂടെ വന്ന് എന്നെ പിടിച്ച് ബോധം കെടുത്തിയിരുന്നു. ഒന്ന് പോസ് ചെയ്ത് കണ്ടോ? അവർ ഈ റോഡിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് എൻ്റർ ചെയ്യുന്നത്. ആ ഭാഗത്തേക്ക് ഇതിലും കടകളുടെ CCTV ക്യാമറ ഉണ്ടോ? സർ, ഈ പറഞ്ഞ റൂട്ടിൽ അങ്ങോട്ട് CCTV കാണാൻ ഒരു സാധ്യതയില്ല. കാരണം വലിയ കടകളോ വലിയ വീടുകളോ ഒന്നും ഈ റൂട്ടിൽ അങ്ങോട്ടില്ല. സർ, ഈ ഏരിയയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആരുമാണ് സർ ഈ മോഷണത്തിന് പിന്നിൽ. ഇനി അകത്തെ വിഷ്വൽസ് ഒന്ന് പ്ലേ ചെയ്തേ. സർ, അവർ 3 പേരും കൂടി ഈ സ്ട്രോങ് റൂമിൻ്റെ ലോക്ക് ഗ്യാസ് കട്ടർ വെച്ച് തകർത്ത് അകത്ത് കയറി ഈ സേഫ് മൗണ്ട് ചെയ്ത് പൊട്ടിച്ച് വിൻഡോ വഴി രക്ഷപ്പെട്ടതാവാനാണ് സാധ്യത. പക്ഷെ അവർ ഈ 2 സേഫും പൊളിക്കാൻ ശ്രമിച്ചത് പോലുമില്ല. ഈ മോഷണം പോയ സേഫ് മാത്രം കൊണ്ടുപോകാനുള്ള കാരണം ആണെന്താ മാനേജറിനൊന്ന് വിളിച്ചത്? ശരി സാർ. നിങ്ങൾ ഈ 2 സേഫിലും സ്വർണവും ക്യാഷും സ്റ്റോർ ചെയ്തിരുന്നു? ഉണ്ടായിരുന്നു സാർ. അപ്പോൾ ഈ മോഷണം പോയ സേഫ് ഈ 2 സേഫ് തമ്മിൽ എന്താ വ്യത്യാസം? വ്യത്യാസമുണ്ട് സാർ. മോഷണം പോയ സേഫ് ഇതിലും ചെറുതാണ്. യെസ്. ഒരാൾക്ക് പോക്കാവുന്ന വെയിറ്റ് ആയിരുന്നോ സേഫിനുണ്ടായിരുന്നത്? ഇല്ല, ഒരാളെ കൊണ്ട് പറ്റില്ല സാർ. മിനിമം ഒരു 3-4 പേരെങ്കിലും വേണം. ശരി ശരി, താന്ന് പുറത്തോട്ട് ആവശ്യം വിളിപ്പിക്കാം. ശരി ശരി സാർ. ഇവർ 3 പേരും കൂടെ സ്ട്രോങ് റൂമിൻ്റെ ലോക്ക് തകർത്ത് മൗണ്ട് ചെയ്ത സേഫും കട്ട് ചെയ്ത് ഈ വിൻഡോയും പൊളിച്ചു കൊടുന്ന് പോകണമെങ്കിൽ ഈ ടൈമിനുള്ളിൽ അത് നടക്കില്ല. സാറ് പറഞ്ഞു വരുന്നത് ഒരുപക്ഷെ ഇങ്ങനെയാണെങ്കിലോ സംഭവിച്ചത്? ഗ്യാസ് കട്ടേഴ്സുമായി 3 പേരും ഫിനാൻസിൻ്റെ അകത്തേക്ക് കയറുന്നു. CCTV ക്യാമറ സ്പ്രേ പെയിൻറ് ഉപയോഗിച്ച് മാസ്ക് ചെയ്തതിന് ശേഷം 3 പേരിൽ ഒരാൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് സ്ട്രോങ് റൂമിൻ്റെ വാതിൽ കട്ട് ചെയ്യുന്നു. ബാക്കി 2 പേർ ചേർന്ന് വിൻഡോ പൊളിക്കാനുള്ള ശ്രമം തുടങ്ങുന്നു. പിന്നീട് 3 പേരും ചേർന്ന് സ്ട്രോങ് റൂമിൽ കയറി മൗണ്ട് ചെയ്ത സേഫ് കട്ട് ചെയ്ത് ഫ്ലോറിൽ കൂടെ നിരക്കിയായിരിക്കണം വിൻഡോയുടെ ഭാഗത്തേക്ക് എത്തിക്കുന്നത്. പുറത്ത് ഇവർക്ക് പോകാൻ ഒരു വണ്ടി ഉണ്ടായിരിക്കാം. ആ വണ്ടിയിലായിരിക്കണം സേഫ് ഇവിടുന്ന് കൊണ്ടുപോയത്. സോ മേ ബി ഇവർ 3 പേരെയും കൂടാതെ ഇവരെ സഹായിച്ച ഒരാളും കൂടെ ഉണ്ടാവും, ഒരു 4-മൻ. അതിന് സാധ്യതയുണ്ട് സർ. സാർ, ഞാൻ എൻ്റെ ഒരു ഡൗട്ട് പറയട്ടെ. ഒരുപക്ഷെ ഇവർ 3 പേരും വണ്ടി ബാക്ക് സൈഡിൽ കൊണ്ടുവന്നിട്ടതിന് ശേഷമാണ് അകത്ത് കയറിയതെങ്കിലോ? അതിനും സാധ്യതയുണ്ട്. ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല സാർ. ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നത് കാരണം ഡോഗ് സ്ക്വാഡിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നില്ല. പിന്നെ അകത്ത് നന്നായി പെപ്പർ സ്പ്രേ അടിച്ചിട്ടുണ്ട്.
എന്താ സാർ? ഇനി റോബറി ചെയ്തവന്മാര് ഈ കൂട്ടത്തിൽ വല്ലതും കാണോ? ആ കാണും സാർ, പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. മാറിക്കേ. വീട് പണിയാൻ വെച്ച കാശാ സാറേ. സാറേ എന്റെ അധ്വാനം മൊത്തം കൊണ്ട് ഞാൻ നിങ്ങളൊന്ന് ബഹളം വെക്കല്ലേ. നിങ്ങളുടെ സ്വർണവും പണമൊന്നും എവിടെയും പോവില്ല. പ്രതി ഉടനെ കണ്ടുപിടിക്കും. പ്ലീസ്, നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ. നിങ്ങൾ ആരും ബഹളം വെക്കല്ലേ. പ്ലീസ്. ഹലോ സാർ. ആ സാർ ഉടനെ എത്താം. ഒരു ഭാഷ ചേട്ടാ, ഫോർമാലിറ്റീസ് തീർത്തിട്ട് മാനേജറിനെ ഇതിന്റെ ഓർഡറിനെയും കൂട്ടിയിട്ട് സ്റ്റേഷനിലേക്ക് പോവാം. ഞാൻ ഒന്ന് അലക്സാണ്ടറെ കണ്ടിട്ട് സ്റ്റേഷനിലേക്ക് പോകാം. വിഭിഷ വണ്ടിയാണ്. ഇത് ചെയ്തവൻ ഏത് നാറിയാണല്ലോ എനിക്ക് അവനെ കിട്ടണം സാർ. 1-2 രൂപയുടെ മുതലല്ല. നമുക്ക് എന്തായാലും അന്വേഷിക്കാം. എന്തായാലും ഇത് ചെയ്തത് പ്രൊഫഷണലായ കള്ളന്മാരാൻ സാധ്യതയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ബാക്കി ലോക്കസും കൂടെ പൊളിക്കാൻ ശ്രമിച്ചേനെ. നിങ്ങൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഫിനാൻസ് സ്ഥാപനം അല്ലേ സാറേ, ശത്രുക്കൾ കാണാതിരിക്കുമോ? എന്നാലും പറയാൻ പറ്റത്തക്ക രീതിയിൽ. ആ സാറൊരു മനോജ്, അവൻ്റെ വീടും സ്ഥലവും ഞങ്ങളുടെ ഫിനാൻസിൽ പണയത്തില്ല. അടവൊക്കെ തെറ്റി വീടും സ്ഥലവും പോകുന്നതായപ്പോൾ കഴിഞ്ഞ ആഴ്ച അവൻ ഓഫീസിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. അവസാനം നിന്നെയൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് പോയത്. അവൻ ആളത്ര ശരിയല്ല സാർ. ഓ, ഇവർ പറയുന്ന ആളുടെ ഡീറ്റെയിൽസ് ഒന്ന് വാങ്ങിക്കൂ. ശരി സാർ. ശരി. ഈ ആനമല ഫിനാൻസിന്റെ ഹിസ്റ്ററി എങ്ങനെയാ? സാർ 20 വർഷം മുമ്പ് ചെറിയ രീതിയിൽ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു കടയായിട്ട് തുടങ്ങിയത് അവർ. പിന്നെ പതിയെ പതിയെ വളർന്ന് വലിയ ഫിനാൻസ് കമ്പനി ആവുമായിരുന്നു. പെട്ടെന്ന് തന്നെ വലിയൊരു തുക അധികം നൂലാമാലകളില്ലാതെ കിട്ടുന്നതുകൊണ്ട് ആളുകൾ കൂട്ടത്തോടെ ഫിനാൻസിനെ ആശ്രയിക്കാൻ തുടങ്ങി. പക്ഷെ മുതലിലും പലിശയിലൊക്കെ കൃത്രിമത്വം കാണിച്ച് ഒരുപാട് പേരുടെ കണ്ണീരിൽ കെട്ടിപ്പൊക്കിയതാ. അതിൻ്റെയൊക്കെ ഒരു പ്രാക്കുണ്ടാവും സാറേ. അതായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ പിന്നെ നല്ല രീതിയിൽ ശത്രുക്കളുണ്ടാവും. അവരാരെല്ലാം പണി കൊടുത്തായിരിക്കും. തീർച്ചയായിട്ടും സാർ, അതിനുള്ള സാധ്യതയുണ്ട്. ആനന്ദ ഫിനാൻസിലെ CCTV വിഷ്വൽസ് കോപ്പി ചെയ്തില്ലേ? ചെയ്തല്ലോ സാർ. വിഭിഷ, ഇന്നലെ രാത്രി നിങ്ങളെവിടെ നൈറ്റ് പെട്രോളിങ്ങിന് പോയത്? ഞങ്ങൾ പൂക്കോട് ഭാഗത്തേക്കാണ് സാർ പോയത്. ഓ, ഒന്നഴിഞ്ഞൊന്നിങ്ങനെ വന്നോണ്ടിരിക്കാനുള്ള കൃഷ്ണേട്ടാ. ആദ്യം മർഡർ, ഇപ്പത്തെ റോബറി. പത്രം മുഴുവൻ നമ്മുടെ നാടിനെ കുറിച്ചുള്ള വാർത്തയാണല്ലോ. കൊലപാതകം, ഇപ്പൊ ഫിനാൻസ് മോഷണം. എടാ, ഈ ആനമല ഫിനാൻസിനോട് ശത്രുതയുള്ള എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യണമെന്നാണ് കേട്ടത്. എങ്കിൽ പിന്നെ പോലീസിന് അതിന് മാത്രമേ സമയം കാണൂ. അത് ശരിയാ. അമ്മാതിരി കൊള്ള പലിശയിലെ അവന്മാർ വാങ്ങിക്കുന്നത്. ആർക്കാണേലും ശത്രുത ഉണ്ടാവും. നമ്മുടെ മധു തൂങ്ങിയത് ഇവന്മാർ കാരണമല്ലേ? എന്നാലും ഏതവനായിരിക്കൂടാ ആനമലക്കാർക്ക് ഇട്ടുമാതിരി പണി ചെയ്ത്. നീ എന്തായി പറയുന്നത്? അവന്മാർക്കിട്ട് 6 മണി കൊടുക്കാനാ? പിന്നെ അല്ലാതെ ഇത് അവന്മാരെ തന്നെ ഒപ്പിച്ചിട്ട് പണം തട്ടാനുള്ള പരിപാടിയാണ്. പിന്നെ ഇൻഷുറൻസും കിട്ടുമല്ലോ. കുറച്ചൊന്നുമല്ലല്ലോ, 125 പവനും 50 ലക്ഷം രൂപയാണ്.